Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, today's topic is the sketch Gillu, written by Mahadevi Verma. ഹിന്ദി സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധയായ എഴുത്തുകാരി ശ്രീമതി മഹാദേവി വർമ്മജി എഴുതിയ ഗില്ലു എന്ന രേഖാചിത്രമാണ് നാം പഠിക്കാൻ പോകുന്നത്. ഗില്ലു ബൈ മഹാദേവി വർമ്മ. सोनजोही में आज एक पीली कली लगी है. इसे देखकर अनायास ही उस छोटे जीव का स्मरण हो आया जो इस लद्दाख की सघन हरिदिमा में छिपकर बैठता था और फिर मेरे निकट पहुंचते ही कंधे पर कूदकर मुझे चौंका देता था. तब मुझे कली की खोज रहती थी, पर आज उस लघुप्राण की खोज है. സോൺജുഹി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മുല്ലപ്പ് ചെടിയാണ്. അതിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുക. അപ്പം ആ പൂവ് കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ആ ചെറിയ ജീവിയെ പറ്റിയാണ് ഓർമ്മ വന്നത്. അത് ഈ ഇടതൂർന്ന വള്ളികൾക്കിടയിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഞാൻ അടുത്ത് ചെന്നാൽ ഉടനെ തന്നെ എൻ്റെ തോളിൽ കയറി അതെന്നെ ഞെട്ടിപ്പിക്കുമായിരുന്നു. അന്ന് ഞാൻ ഈ പച്ചപ്പിനിടയിൽ മുട്ടുകളെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ ചെറിയ ജീവിയെയും. परंतु वो तो अब तक इस सोनजोही की जड़ में मिट्टी होकर मिल गया होगा. कौन जाने स्वर्णिम कली के बहाने वही इस चौकाने ऊपर आ गया हो. എന്നാൽ ഇന്ന് ആ ചെറിയ പ്രാണി ഈ മുല്ലച്ചെടിയുടെ വേരിനോട് ചേർന്ന് മണ്ണായി തീർന്നിരിക്കണം. ആർക്കറിയാം, ഈ സ്വർണ്ണവർണ്ണമുള്ള പൂക്കളിലൂടെ അവൻ തന്നെയാണ് പുറത്തേക്ക് എന്നെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി വരുന്നതെന്ന്. अचानक एक दिन सवेरे कमरे से बरामदे में आकर मैंने देखा 2 कौवे एक गमले के चारों ओर चोंचों से चुआ चुआवल जैसा कील कील रहे हैं. ये काक फुगुंडी फी विचित्र पक्षी है. एक साथ समादरित, अनादरित, അതിസമ്മാനിത്, അഭിമാനിത്. പെട്ടെന്നൊരു ദിവസം ഞാൻ റൂമിൽ നിന്നും വരാന്തയിലേക്ക് വന്ന് നോക്കുമ്പോഴുണ്ട് 2 കാക്കകൾ ഒരു ചെടിച്ചട്ടിയുടെ 4 ചുറ്റും നിന്ന് തൊട്ട് എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാക്കകൾ വളരെ വിചിത്രമായ പക്ഷികൾ തന്നെയാണ്. ഒരേ സമയം തന്നെ അവർ ആദരിക്കപ്പെടുകയും അനാദരിക്കപ്പെടുകയും ചെയ്യുന്നു. हमारे बेचारे पुरखे न गरुड़ के रूप में आ सकते हैं, न मयूर के, न हंस के. उन्हें पितर पक्ष में हमसे कुछ पाने के लिए काक बनकर ही अवतीर्ण होना पड़ता है. इतना ही नहीं, हमारे दूरस्थ प्रियजनों को भी अपने आने का मधुर संदेश इनके कर्कश स्वर में ही देना पड़ता है. दूसरी ओर हम कौवा और काका करने को अवमानना के अर्थ में ही प्रयुक्त करते हैं. നമ്മുടെ പാവം പിതാമഹന്മാർക്ക് ഒരിക്കലും ഗരുഡൻ്റെ രൂപത്തിലോ മയിലിൻ്റെ രൂപത്തിലോ ഹംസത്തിൻ്റെ രൂപത്തിലോ നമുക്ക് മുമ്പിൽ വരാൻ സാധിക്കുകയില്ല. നമുക്ക് മുമ്പിൽ അവർക്ക് കാക്കയുടെ രൂപത്തിൽ മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. ഇതുമാത്രമല്ല, നമ്മുടെ പ്രിയജനങ്ങളുടെ വരവ് അവർ തങ്ങളുടെ കാർക്കശ്യമായ ശബ്ദത്തിലാണ് അവതരിപ്പിക്കുന്നത്. ചില അവസരങ്ങളിൽ നാം വീട്ടുമുറ്റത്ത് കാക്കയിരുന്ന് കരയുന്നത് വളരെ അപമാനകരമായും കാണുന്നു. मेरे काक पुराण के विवेचन में अचानक बाधा आ पड़ी, क्योंकि गमले और दीवार की संधि में छिपे एक छोटे से जीव पर मेरी दृष्टि रुक गई. निकट जाकर देखा, गिलहरी का छोटा सा बच्चा है जो संभवतः कोजले से गिर पड़ा है और अब कौवे जिसमें सुलभ आहार खोज रहे हैं. കാക്കയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ പെട്ടെന്ന് തന്നെ നിന്നു. കാരണം ചെടിച്ചട്ടിയുടെയും മതിലിൻ്റെയും ഇടയിൽ ഒളിച്ചു കിടന്ന ഒരു ചെറിയ ജീവനിലേക്ക് എൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഒരു ചെറിയ അണ്ണാൻകുഞ്ഞാണ് അത്. മിക്കവാറും കൂട്ടിൽ നിന്ന് താഴെ വീണതാകാം. കാക്കകൾ അതിനെ ആഹാരമാക്കാനുള്ള തത്രപ്പാടിലാണ്. काक द्वय की चोंचों के 2 घाव उस लघुप्राण के लिए बहुत थे, अतः वो निश्चेष्ट सा गमले से चिपटा पड़ा था. ആ 2 കാക്കകളുടെയും ചുണ്ടുകൊണ്ടുള്ള ക്ഷതം ആ ചെറു പ്രാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികമായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ അണ്ണാൻ കുഞ്ഞ് അനക്കമില്ലാതെ ചെടിച്ചട്ടിയോട് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. सबने कहा कौवे के चोंच का काव लगाने के बाद यह बच नहीं सकता, अतः इसे ऐसे ही रहने दिया जावे. എല്ലാവരും എന്നോട് പറഞ്ഞു, കാക്കകളുടെ കൊത്തുകൊണ്ട ശേഷം ഇതിൻ്റെ ജീവൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചേക്കൂ. परंतु मन नहीं माना. उसे हौले से उड़ाकर अपने कमरे में लाई. फिर रुई से रक्त पोंछकर कावों पर पेंसिलिन का मरहम लगाया. रुई की पतली बत्ती दूध से भिगोकर जैसे तैसे उसके नन्हे से मुंह में लगाई, पर मुंह खुल न सका और दूध की बूंदें दोनों और टुलक गई. എന്നാൽ എൻ്റെ മനസ്സതിന് അനുവദിച്ചില്ല. ആ ജീവിയെ പതുക്കെ എടുത്തുകൊണ്ട് എൻ്റെ റൂമിൽ കൊണ്ടുപോയി. പഞ്ഞി കൊണ്ട് മുറിവിലെ രക്തം തുടച്ച് അതിൽ പെൻസിലിനിട്ടു. പഞ്ഞി വളരെ നേർത്തതാക്കി പാലിൽ മുക്കി എങ്ങനെയെങ്കിലും ആ ചെറു പ്രാണിയുടെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ വായ തുറക്കാൻ സാധിച്ചില്ല. പാല് വായയുടെ 2 വശത്തും കൂടെ വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. कई कंडे के उपचार के उपरांत उसके मुंह में एक बूंद पानी टपकाया जा सका. तीसरे दिन वो इतना अच्छा और आश्वस्त हो गया कि मेरे उंगली अपने 2 नन्हे पंजों से पकड़कर नीले कांच के मोतियों जैसी आंखों से इधर उधर देखने लगा. ഒരുപാട് മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം അതിൻ്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറ്റിക്കാൻ സാധിച്ചു. 3-ാം ദിവസം എത്തിയപ്പോഴേക്കും അതിന് ഇത്രത്തോളം ആശ്വാസം ലഭിച്ചിരിക്കുന്നു. അത് എൻ്റെ വിരലുകൾ അതിൻ്റെ ചെറിയ നഖങ്ങളിൽ പിടിച്ചുകൊണ്ട് രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന കണ്ണുകൾ കൊണ്ട് അവിടെയും ഇവിടെയും നോക്കുന്നു. 3-4 मास में उसने स्निग्ध रोए, चब्बेदार पूंछ और चंचल चमकीली आंखें सबको विस्मित करने लगी. 3-4 മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ സ്നിഗ്ധമായ ശബ്ദവും വളരെ ബബ്ലി ആയിട്ടുള്ള വാലും തിളങ്ങുന്ന കണ്ണുകളും എല്ലാവരെയും അതിശയിപ്പിക്കുവാൻ തുടങ്ങി. हमने उसकी जातिवाचक संज्ञा को व्यक्तिवाचक का रूप दे दिया और इस प्रकार हम उसे गिल्लू कहकर बुलाने लगे. मैंने फूल रखने की एक हल्की डलिया में रुई बिछाकर उसे तार से खिड़की पर लटका दिया. ഞങ്ങൾ അവൻ്റെ ജാതിപ്പേര് തന്നെ വ്യക്തിപ്പേരാക്കി മാറ്റി ഗില്ലു എന്ന് വിളിക്കാൻ തുടങ്ങി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ പേര് അതിനെ വിളിക്കാതെ അതിൻ്റെ ജാതി, അണ്ണാൻ എന്നുള്ള ജാതിയെ സൂചിപ്പിക്കുന്ന ഗിൽഹരി എന്ന വാക്ക് ചുരുക്കി ഗില്ലു എന്ന് ആ അണ്ണാൻ കുഞ്ഞിനെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പൂക്കൾ വയ്ക്കുന്ന ഒരു ചെറിയ വട്ടിയിൽ പഞ്ഞി നിറച്ച് അത് ജനലിൻ്റെ കമ്പിയിൽ തൂക്കിയിട്ടു. वही 2 वर्ष गिल्लू का कर रहा. वो स्वयं हिलाकर अपने घर में झूलता और अपनी कांच के मनकोसी आंखों से कमरे के फीदर और खिड़की से बाहर न जाने क्या देखता समझता रहता था. परंतु उसकी समझदारी और कार्यकलाप पर सबको आश्चर्य होता था. जब मैं लिखने बैठी तब अपनी ओर मेरा ध्यान आकर्षित करने की उसे इतनी तीव्र इच्छा होती थी कि उसने एक अच्छा उपाय खोज निकाला. ആ 2 വർഷവും ഗില്ലു വീട്ടിൽ തന്നെ കഴിഞ്ഞു. അവൻ സ്വയം ആ വട്ടി ഇളക്കിക്കൊണ്ട് തൻ്റെ വീട്ടിൽ ഊഞ്ഞാലാടാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, അവൻ തൻ്റെ പളുങ്ക് പോലെയുള്ള കണ്ണുകൾ കൊണ്ട് റൂമിനകത്തും ജനലിന് വെളിയിലേക്കുമായി എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ ബുദ്ധി സാമർഥ്യത്തിലും പ്രവൃത്തികളിലും എല്ലാവരും ആശ്ചര്യകുലരായിരുന്നു. ഞാൻ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ ദൃഷ്ടിയെ ആകർഷിക്കാൻ വേണ്ടി അവൻ തന്നെ ഒരു ഉപായം കണ്ടുപിടിച്ചു. वो मेरे पैर तक आकर सर से पर्दे पर चढ़ जाता और फिर उसी तेजी से उतरता. उसका यह दौड़ने का क्रम तब तक चलता जब तक मैं उसे पकड़ने के लिए न उठती. എൻ്റെ കാൽക്കൽ വരെ വന്ന് അവൻ പെട്ടെന്ന് കർട്ടനിലേക്ക് ചാടി കയറുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ഈ പരിപാടി ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നത് വരെ തുടരും.
कभी मैं गिल्लू को पकड़कर एक लंबे लिफाफे में इस प्रकार रख देती कि उसके अगले 2 पंजों और सिर के अतिरिक्त सारा लग्गा लिफाफे के फीतों बंद रहता। इस अद्भुत स्थिति में कभी कभी खंडों मेज पर दीवार के सहारे खड़ा रहकर वह अपनी चमकीली आंखों से मेरा कार्यकलाप देखा करता। ചിലപ്പോൾ ഞാൻ ഗില്ലുവിനെ പിടിച്ച് അവൻ്റെ തലയും കൈകളും മാത്രം വെളിയിൽ വരുന്ന രീതിയിൽ ഒരു വലിയ കവറിലാക്കി വെക്കും. ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം അവൻ ഭിത്തിയിൽ ചാരി എൻ്റെ കാര്യപരിപാടികൾ അവൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കും. फूंक लगाने पर चिक चिक करके मानो वो मुझे सूचना देता और काजू या बिस्किट मिल जाने पर उसी स्थिति में लिफाफे से बाहर वाले पंजों से पकड़कर उसे कुदरता रहता. വിശക്കുമ്പോൾ ചിക് 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 എന്ന സൂചന എനിക്ക് നൽകും. അപ്പോൾ അവന് ഞാൻ ക്യാഷ്യൂനട്ടോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് ആ കവറിൻ്റെ വെളിയിലിരിക്കുന്ന കൈകൾ ഉപയോഗിച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു. फिर गिल्लू के जीवन का प्रथम वसंत आया. नींद चमेली की गंध मेरे कमरे में हौले हौले आने लगी. बाहर की गिलहरियां खिड़की की जाली के पास आकर चिक चिक करके न जाने क्या कहने लगी. गिल्लू को जाली के पास बैठकर अपनेपन से बाहर झांकते देखकर मुझे लगा कि इसे मुक्त करना आवश्यक है. അങ്ങനെയിരിക്കെ ഗില്ലുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വസന്തകാലം വന്നു. ആര്യവേപ്പിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും മണം എൻ്റെ മുറിയിലേക്ക് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. വെളിയുള്ള അണ്ണാനകൾ ജനലിന് സമീപം വന്നിരുന്ന് ചിലച്ചുകൊണ്ട് എന്താണെന്നറിയില്ല ഗില്ലുവിനോട് പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഗില്ലുവും ജനലിനടുത്ത് വന്നിരുന്നു കൊണ്ട് പുറത്തേക്ക് എത്തി നോക്കുന്നത് കണ്ടിട്ട് അവനെ സ്വതന്ത്രമാക്കേണ്ടത് ആവശ്യമാണെന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. मैंने कीलें निकालकर जाली का एक कोना खोल दिया और इस मार्ग से गिल्लू ने बाहर जाने पर सचमुच ही मुक्ति की सांस ली. इतने छोटे जीव को घर में पले कुत्ते बिल्लियों से बचाने भी एक समस्या ही थी. ഞാൻ ആണി മാറ്റി ജനലിൻ്റെ ഒരു ഭാഗം തുറന്നു അതിലൂടെ ഗില്ലുവിനെ വെളിയിലേക്ക് ഇറക്കി. ഇത്രയും ചെറിയ ജീവിയെ വീട്ടിലെ നായയിൽ നിന്നും പൂച്ചകളിൽ നിന്നും രക്ഷിക്കേണ്ടതും ഒരു പ്രശ്നം തന്നെയായിരുന്നു. आवश्यक कागज पत्रों के कारण मेरे बाहर जाने पर कमरा बंद ही रहता है. मेरे कॉलेज से लौटने पर जैसे ही कमरा खोला गया और मैंने फीदर पैर लगा वैसे ही गिल्लू अपने जाली के द्वार से फीदर आकर मेरे पैर से सिर और सिर से पाय तक दौड़ लगाने लगा. तब से यह नित्य का क्रम हो गया. ചില പ്രധാനപ്പെട്ട ഫയലുകൾ വീട്ടിലുള്ളതിനാൽ ഞാൻ പുറത്തു പോകുമ്പോൾ വീട് അടച്ചു പൂട്ടിയായിരുന്നു പോകുന്നത്. ഞാൻ കോളേജിൽ നിന്ന് മടങ്ങിയെത്തി റൂം തുറന്ന് കാല് കുത്തുമ്പോഴേക്കും ഗില്ലുവും ജനലിൻ്റെ ആ പഴത്തിലൂടെ അകത്തേക്ക് വരുമായിരുന്നു. അവൻ ഓടി വന്ന് എൻ്റെ തല മുതൽ കാല് വരെയും കാല് മുതൽ തല വരെയും ഓടാൻ തുടങ്ങും. ഇത് അന്ന് തൊട്ട് ഒരു നിത്യക്രമമായി മാറി. मेरे कमरे से बाहर जाने पर गिल्लू भी खिड़की की खुली जाली की राह बाहर चला जाता. दिन भर गिलहरियों के झुंड का नींदा बना हर डाल पर उछलता कूदता रहता. ठीक 4 बजे वो खिड़की से फीदर आकर अपने चूल्हे में चूलने लगता. मुझे चौंकाने की इच्छा उसमें न जाने कब और कैसे उत्पन्न हो गई थी. कभी फूलदार के फूलों में छिप जाता, कभी पर्दे की चुन्नट में कभी सौंजूही की पत्तियों में. ഞാൻ റൂമിൽ നിന്നും വെളിയിൽ പോകുമ്പോഴേക്കും ജനലിലെ ആ സ്വതന്ത്രമായ വഴിയിലൂടെ ഗില്ലുവും വെളിയിലേക്ക് പോകും. ദിനം മൊത്തം അവൻ വെളിയിലെ അണ്ണാൻ കൂട്ടത്തിൻ്റെ നേതാവായി മാറി മരച്ചില്ലകളിൽ ഓടിക്കളിച്ച് നടക്കും. കൃത്യം 4 മണിയാവുമ്പോൾ തന്നെ ജനലിൻ്റെ പഴുതിലൂടെ അകത്ത് കയറി തൻ്റെ ഊഞ്ഞാലിൽ ആടാനും തുടങ്ങും. എന്നെ ഞെട്ടിപ്പിക്കുവാനുള്ള ആഗ്രഹം അവനിൽ എപ്പോഴാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫ്ലവർ വേഴ്സിലെ പൂക്കൾക്കിടയിൽ, മറ്റു ചിലപ്പോൾ കർട്ടനിലെ മടക്കുകൾക്കിടയിൽ, അതുമല്ലെങ്കിൽ മുല്ലച്ചെടിയുടെ ശാഖകൾക്കിടയിൽ. मेरे पास बहुत से पशु पक्षी हैं और उनका मुझसे लगाव भी कम नहीं है, परंतु उनमें से किसी को मेरे साथ मेरे दाले में खाने की हिम्मत हुई है ऐसे मुझे स्मरण नहीं आता.
എൻ്റെ വീട്ടിൽ ഒരുപാട് പക്ഷിമൃഗാദികളുണ്ട്. അവരെല്ലാവരോടും തന്നെ എനിക്ക് അടുപ്പവുമുണ്ട്. എന്നാൽ അവരിൽ ആരെങ്കിലും എൻ്റെ ഒപ്പമിരുന്ന് എൻ്റെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ധൈര്യപ്പെട്ടിരുന്നതായി എൻ്റെ ഓർമ്മയിലെങ്ങുമില്ല. गिल्लू इनमें अपवाद था। मैं जैसे ही खाने के कमरे में पहुंचती, वो खिड़की से निकलकर आंगन के दीवार बरामदा पार करके मेज पर पहुंच जाता और मेरी डाली में बैठ जाना चाहता। बड़ी कठिनाई से मैंने उसे डाली के पास बैठना सिखाया, जहां बैठकर वो मेरी डाली में से एक एक चावल उड़ाकर बड़ी सफाई से खाता रहता। काजू उसका प्रिय कागदा और कई दिन काजू न मिलने पर वो अन्य खाने की चीजें या तो लेने बंद कर देता या चूल्हे से नीचे फेंक देता था. ഗില്ലു ഇതിനൊരു അപവാദമായിരുന്നു. ഞാൻ ഡൈനിങ് ഹാളിലെത്തുമ്പോഴേക്കും ഗില്ലു ജനലിൽ നിന്നും ഇറങ്ങി മുറ്റത്തെ മതിലും കടന്ന് വരാന്തയും കടന്ന് മേശയ്ക്കരികിൽ എത്തി എൻ്റെ പ്ലേറ്റിൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. വളരെ പണിപ്പെട്ട് ഞാൻ അവനെ എൻ്റെ പ്ലേറ്റിൻ്റെ പക്കലിരിക്കാൻ പഠിപ്പിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് അവൻ എൻ്റെ പ്ലേറ്റിൽ നിന്നും ഓരോ ചോറ് വറ്റുമെടുത്ത് വളരെ വൃത്തിയോടുകൂടി തന്നെ കഴിക്കാൻ തുടങ്ങും. കശുവണ്ടി അവന് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവമായിരുന്നു. അനേകനാൾ കശുവണ്ടി കിട്ടിയില്ലെങ്കിൽ അവൻ മറ്റ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തൊട്ടിലിൽ നിന്നും വെളിയിലെറിയുകയോ ചെയ്യുമായിരുന്നു. उसी बीच मुझे मोटर दुर्घटना में आहत होकर कुछ दिन अस्पताल में रहना पड़ा. उन दिनों जब मेरे कमरे का दरवाज़ा खोला जाता, गिल्लू अपने चूल्हे से उधर का दौड़ता और फिर किसी दूसरे को देखकर उसी तेजी से अपना घोंसले में जा बैठता. सब उसे काजू दे आते, परंतु अस्पताल से लौटकर जब मैंने उसके चूल्हे की सफाई की तो उसमें काजू फरे मिले, जिनसे याद होता था कि वह उन दिनों में अपना प्रिय का कितना कम खाता रहा. ഇതിനിടയിൽ ഒരു മോട്ടോർ വാഹന അപകടത്തിൽ പരിക്കേറ്റ് എനിക്ക് ആശുപത്രിയിൽ കുറച്ച് ദിനങ്ങൾ കഴിയേണ്ടി വന്നു. ആ ദിനങ്ങളിൽ എൻ്റെ മുറിയിലെ വാതിൽ തുറക്കപ്പെട്ട് ഗില്ലു വളരെ ധൃതിപ്പെട്ട് തൻ്റെ തൊട്ടിലിൽ നിന്നും ഇറങ്ങി വരികയും മറ്റുള്ള വ്യക്തികളെ കാണുമ്പോഴേക്കും അവൻ അതേ വേഗത്തിൽ തന്നെ തിരിച്ച് തൻ്റെ കൂട്ടിൽ കയറിയിരിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാവരും അവന് കശുവണ്ടി നൽകാനായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്ന ശേഷം അവൻ്റെ തൊട്ടിൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതിൽ നിന്നും ഒരുപാട് കശുവണ്ടി ലഭിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ദിനങ്ങളിൽ അവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ സാധനം എത്രമാത്രം കുറവാണ് കഴിച്ചിരുന്നതെന്ന്. मेरी अस्वस्थता में वो तकिए पर सिरहाने बैठकर अपने नन्हे नन्हे पंजों से मेरे सर और बालों को इतने हौले हौले सहलाता रहता कि उसका हटना एक परिचारिका के हटने के समान लगता. എൻ്റെ അസ്വസ്ഥതയുടെ ദിനങ്ങളിൽ അവൻ തലയണയ്ക്കടുത്ത് വന്നിരുന്നു കൊണ്ട് എൻ്റെ മുടിയിഴകളിൽ വളരെ ബാധകമായി ഒരു പരിചാരിക സേവിക്കുന്നത് പോലെ തലോടുമായിരുന്നു. गर्मियों में जब मैं दोपहर में काम करती रहती तो गिल्लू न बाहर जाता न अपने चूल्हे में बैठता. उसने मेरी निगाह रहने के साथ गर्मी से बचने का एक सर्वदा नया उपाय खोज निकाला था. वो मेरे पास लगी सुराही पर लेट जाता और इस प्रकार समीप भी रहता और डंडक में भी रहता. उष्ण दिनത്തിൽ ഉച്ചനേരം ഞാൻ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗില്ലു വെളിയിൽ പോവുകയോ തൻ്റെ ഊഞ്ഞാലിൽ ഇരിക്കുകയോ ചെയ്യാറില്ല. അവൻ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചൂടിൽ രക്ഷപ്പെടാനുള്ള വളരെ നല്ല ഒരു ഉപായം കണ്ടുപിടിച്ചു. അവൻ എൻ്റെ അരികിലായിരിക്കുന്ന ഒരു മൺപാത്രത്തിൽ കിടന്നുകൊണ്ട് എപ്പോഴും അടുത്ത് തന്നെ നിന്നു. അതുപോലെ തന്നെ ശൈത്യകാലത്തും ഇതുപോലെ തുടർന്നു. गिलहरियों के जीवन की अवधि 2 वर्ष से अधिक नहीं होती, अतः गिल्लू की जीवन यात्रा का अंत आ ही गया. दिन भर उसने न कुछ खाया न बाहर गया. रात में अंत की यातना में भी वो अपने चूल्हे से उतरकर मेरे बिस्तर पर आया और ठंडे पंजों से मेरी वो उंगली पकड़कर हाथ से चिपक गया, जिसे उसने अपने बचपन की मरणासन्न स्थिति में पकड़ था.
അണ്ണാൻ്റെ ജീവിതകാലം 2 വർഷത്തിൽ കൂടാറില്ല. അതായത് ഗില്ലുവിൻ്റെ ജീവൻ യാത്രയുടെ അന്ത്യവുമെത്തി. ദിനം മൊത്തം അവൻ ഒന്നും കഴിക്കുകയോ വെളിയിൽ പോവുകയോ ചെയ്തില്ല. രാത്രിയിലെ അവൻ്റെ വേദനയിലും അവൻ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി എൻ്റെ അടുത്ത് കട്ടിലിൽ വന്നു. കുട്ടിക്കാലത്തെ മരണാസന്ന സമയത്ത് എൻ്റെ വിരൽ മുറുക്കി പിടിച്ചിരുന്നത് പോലെ തൻ്റെ തണുത്ത കൈകളാൽ അവൻ എൻ്റെ വിരലിൽ പിടിച്ചു. पंजे इतने डंडे हो रहे थे कि मैंने जागकर हीटर जलाया और उसे उष्णता देने का प्रयत्न किया, परंतु प्रभात की प्रथम किरण के स्पर्श के साथ ही वो किसी और जीवन में जगाने के लिए सो गया. അവൻ്റെ കൈ വളരെ തണുത്ത് മരവിച്ചിരുന്നതിനാൽ ഞാൻ എഴുന്നേറ്റ് ഹീറ്റർ ഓണാക്കി അവൻ്റെ തണുപ്പ് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ പ്രഭാതത്തിലെ പ്രഥമ കിരണ സ്പർശനത്തോടു കൂടി അവൻ വേറെ ഏതോ ജന്മത്തിൽ ഉണരാൻ വേണ്ടി ഉറങ്ങിപ്പോയി. उसका चूल्हा उतार कर रख दिया गया है और खिड़की की जाली बंद कर दी गई है, परंतु गिलहरियों की नई पीढ़ी जाली के उस पार चिक चिक करती ही रहती है और सोंजुही पर बसंत आता ही रहता है. അവൻ്റെ ഊഞ്ഞാൽ താഴെ ഇറക്കി വെക്കുകയും ജനലിൻ്റെ ആ ഒഴിഞ്ഞ ഭാഗം ബന്ധിക്കുകയും ചെയ്തു. എന്നാലും അണ്ണാൻ്റെ പുതിയ തലമുറ ജനലിൻ്റെ ആ വശത്തെത്തി ചിലച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മുല്ലച്ചെടിയിൽ വീണ്ടും വസന്തം വരികയും ചെയ്തു. सोंजुही के लता के नीचे गिल्लू को समाधि दी गई है, इसीलिए फीकी उसे वो लता सबसे अधिक प्रिय थी. इसीलिए फीकी उस लगगाद का किसी वासंती दिन जूही के पैदा व छोटे फूल में खिल जाने का विश्वास मुझे संतोष देता है. മുല്ലച്ചെടിയുടെ വള്ളികൾക്ക് താഴെ ഗില്ലുവിന് സമാധി ഒരുക്കി. എന്തുകൊണ്ടെന്നാൽ അവന് ആ വള്ളികൾ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ചെറുപ്രാണി വസന്തത്തിലെ ഏതെങ്കിലും ഒരു ദിവസം മുല്ലമുട്ടിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ആ പുഷ്പമായി ജനിക്കുമെന്നുള്ള വിശ്വാസം. അത് എനിക്ക് സന്തോഷം നൽകിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.